മെയ് മാസം 7-ാം തീയതി ക്രിസ്തു വർഷം 2025. പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചന പഠനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവം നൽകുന്ന ഓരോ പുതിയ അവസരങ്ങൾക്കായിട്ട് ദൈവവചന പഠനത്തിനായിട്ട് ഒരുക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് വ്യക്തിപരമായിട്ട് നന്ദി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഇന്നത്തെ എന്നെ കേൾക്കുന്ന, എൻ്റെ സന്ദേശം കേൾക്കുന്ന, ദൈവവചന പഠനം കേൾക്കുന്ന ഏവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 4-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഈ ബലഹീന മനുഷ്യന് ഉണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ ഉയർപ്പിച്ചവനുമായ നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനം ഒക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായിത്തീരുന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുത്തനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാൽ ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കിയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്ന് അവർ അറിഞ്ഞു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുത്തേക്ക് ഞങ്ങൾ നന്ദിയും സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. അതിന് കാരണം അവിടുന്ന് ഞങ്ങളുടെ സൃഷ്ടാവാണ്, ഞങ്ങളുടെ രക്ഷിതാവാണ്, വീണ്ടെടുപ്പുകാരനാണ്, പുത്രനെ ഞങ്ങളെ സ്നേഹിച്ച ദൈവമാണ്. കർത്താവെ, അവിടുത്തെ പുത്രനിലൂടെ ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായിട്ട് കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. വായിച്ചതുപോലെ വേറൊരുത്തിനും രക്ഷയില്ല. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ നടക്കപ്പെട്ട ഏകനാമം കർത്താവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നാമമാകിയാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. അതിൽ വിശ്വസിക്കുവാനായിട്ട് ഞങ്ങൾ സഹായിച്ചുവല്ലോ. ഇപ്പോഴും അവിടുത്തെ വചനം ഞങ്ങൾ പഠിക്കുമ്പോൾ, ചരിത്ര വസ്തുതകൾ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ധൈര്യമുണ്ടാകാൻ തക്കവണ്ണം, നിൻ്റെ സാക്ഷികളായിരിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ചകളായിട്ട് നാം പഠിച്ചു വരുന്നൊരു വേദഭാഗം എന്ന് വെച്ചാൽ ഉപദേശം. വേദപുസ്തകത്തിലൊരു ഉപദേശമാണ് ക്രൈസ്തവ ജീവിതം എന്നുള്ളത്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിൽ പാപക്ഷമ ലഭിച്ച് ദൈവമായിട്ട് കൂട്ടായ്മയിലുള്ള, ദൈവമായിട്ട് ബന്ധമുള്ള, ദൈവമായിട്ട് നിരപ്പ് പ്രാപിച്ച ഒരു വ്യക്തിയുടെ ജീവിതമാണ് ആത്മീയ ജീവിതം. അത് പരിശുദ്ധാത്മാവിൽ നടക്കുന്ന ഒരു വലിയ കാര്യമാണ്. ഇതിനെ പരിശുദ്ധാത്മാവിൽ നടക്കുന്ന കാര്യമായതുകൊണ്ട് ഇതിന് ആത്മീയ ജീവനെന്നും, ക്രിസ്തുവിൻ്റെ പടയാളികളായിട്ട് ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിനാൽ രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് ക്രിസ്ത്യാനികളെന്നും ക്രിസ്തീയ ജീവിതം എന്നെല്ലാം നമുക്ക് ഇതിനെക്കുറിച്ച് പറയാവുന്നതാണ്. ഈ ക്രിസ്തീയ ജീവിതം, അത് ക്രിസ്തീയ ജീവിതത്തിൽ എങ്ങനെ നമ്മൾ പ്രവേശിക്കുന്നുവോ അതുപോലെ ഏറ്റവും അത്ഭുതകരമായ ഒരു പ്രവർത്തനമാണ് ആത്മീയ ജീവിതവും. രക്ഷിക്കപ്പെടുവാൻ നമുക്കൊന്നും സാധിക്കാതെ വണ്ണം എല്ലാം ദൈവം തൻ്റെ പുത്രനിൽ ചെയ്തതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെയും കാതലായ ഭാഗം കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അവനിൽ നമുക്ക് ക്രിസ്തീയ ജീവിതം സാധ്യമാണ്. അതിന് പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്, നമ്മൾ വസിക്കുന്നുണ്ട്, നമ്മളെ മുദ്രയിട്ടിട്ടുണ്ട്, നമ്മളെ നിറവുണ്ട്. ആ പരിശുദ്ധാത്മാവുള്ള ജീവിതവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണം കൊണ്ട് നമുക്ക് ലഭിച്ചതാണ് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച ഒരു വിഷയം, ക്രൈസ്തവ ജീവിതത്തിൽ ആരെയൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കാവുന്ന വ്യക്തികൾ, എങ്ങനെയാണ് ഒരു നല്ല മാതൃക നമുക്ക് കാണിച്ചു തന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് മനുഷ്യനെ അവതരിച്ചത്. അവൻ ദൈവമായിരുന്നും ക്രിസ്തു നമ്മളെപ്പോഴും എങ്ങനെ ജീവിക്കണമെന്നും പിതാവായത് എന്താണ് ആഗ്രഹിക്കുന്നതെന്നും നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അതൊരു തീർച്ചയായിട്ടും ഇത് ബെസ്റ്റ് എക്സാമ്പിൾ, ഏറ്റവും ഉത്തമമായ ഉദാഹരണം കർത്താവായ യേശു ക്രിസ്തുവിനെ, അവനെ നമ്മൾ പിൻപറ്റുക എന്നുള്ളതാണ്. എന്നാൽ
വേദപുസ്തകത്തിൽ തന്നെ ശിഷ്യന്മാരായ പത്രോസും യോഹന്നാനും പൗലോസും എല്ലാം അവനെ എങ്ങനെ പിൻപറ്റി, യാക്കോബ് അങ്ങനെയുള്ള അപ്പസ്തോലന്മാരും അപ്പസ്തോലൻ നിയമിക്കപ്പെട്ട പൗലോസും എപ്രകാരം ജീവിച്ചു എന്നുള്ളതും അത് നമുക്കൊരു മാതൃകയായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ആദിമസഭയിൽ പത്രോസും യോഹന്നാനും എല്ലാം എങ്ങനെയാണ് അവർ ഈ ആയിട്ട് അവരുടെ ജീവിതത്തിൽ വന്നൊരു സംഭവം, പരിശുദ്ധാത്മാവ് വന്നു, പെന്തക്കോസ്ത് നാളിൽ അവരെ നിറഞ്ഞു, അവരതിൽ അതുകൊണ്ട് അവർ ചില സാക്ഷ്യങ്ങൾ പറഞ്ഞു ജീവിതം തുടങ്ങുകയാണ്. അതെങ്ങനെ ജീവിച്ചു എന്നുള്ളത് നമുക്ക് നല്ലൊരു മാതൃകയായിട്ട് എടുക്കാം എന്ന് ഞാൻ കരുതുകയാണ്. അവർക്കുണ്ടായ ഒരു ക്രിസ്തീയ ജീവിതത്തിലുണ്ടായ ആ പുതിയ ജീവിതത്തിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് ധൈര്യമുണ്ടായി. അത് ധൈര്യമെന്നും കോൺഫിഡൻസ് എന്നും ഫിയർലെസ്നെസ് എന്നൊക്കെ അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം അപ്രകാരമാണ്. ഇതിൻ്റെ ലെക്സിക്കോഗ്രാഫേഴ്സ് എന്ന് പറയുന്ന ഇതിൻ്റെ അർത്ഥങ്ങൾ കണ്ടുപിടിച്ച ആ വ്യക്തികൾ ഒരു ഡിക്ഷണറി ഫോമിലാക്കി അവരുടെ അഭിപ്രായത്തിൽ പല വിധത്തിലുള്ള അർത്ഥങ്ങൾ ഇതിന് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം ഒരു വാക്കിൻ്റെ അർത്ഥം അത് നമുക്ക് യാഥാർത്ഥ്യമാകുന്നതും അത് മനസ്സിലാക്കുന്നതും സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിലാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചവരുടെ മധ്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ കാണിച്ചപ്പോൾ അവിടെ വലിയ പ്രതിഷേധമുണ്ടായി. മരണകരമായ പ്രതിഷേധമായിരുന്നു. ഒരു ജയിലിലടയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവം അവർക്ക് കൊടുത്ത അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ കൊടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ധൈര്യം എന്നുള്ളത്. അവർ വളരെ ധൈര്യപൂർവം അവർ കർത്താവായ യേശു ക്രിസ്തു അവരെ ഏൽപ്പിച്ച ആ പുതിയ സന്ദേശത്തിനും ആ പുതിയ ജീവിതത്തിനും അവർ ധൈര്യം കാണിക്കാനുണ്ടായത്. അത് നമ്മൾ അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ നമ്മളത് എടുക്കാൻ കാരണം ആദിമസഭയിൽ അവരങ്ങനെ ജീവിച്ചു. ഇപ്പോഴും എന്തൊരു കാര്യത്തിനെക്കുറിച്ചും ക്രിസ്തീയ പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ കാര്യങ്ങൾ എവിടെയാണ് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു കാര്യത്തെക്കുറിച്ച് ഉപദേശത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ ഉപദേശത്തിൻ്റെ ആദ്യത്തെ ഉദാഹരണം എവിടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അപ്പസ്തോല പ്രവൃത്തിയിൽ പോയത്. പത്രോസിനും യോഹന്നാനും ധൈര്യമുണ്ടായി. ആ ധൈര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. 2-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ സഹോദരന്മാരെ പുരുഷന്മാരെ ഗോത്രപിതാവായ ദാവീദിനെക്കുറിച്ച് അവൻ മരിച്ചു അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവൻ്റെ കല്ലറ ഇന്ന് അവരെ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. ഈ കല്ലറ ഞാൻ കണ്ടിട്ടുണ്ട് ഇസ്രായേലിൽ പോയപ്പോൾ. അന്നത്തെ യഹൂദ ജനത്തിന് അറിയാവുന്ന ഒരു കല്ലറയാണത്. ഇത് ദാവീദിൻ്റെ കല്ലറയാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവർക്ക് 2-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ സത്യം പറയാനുള്ള ധൈര്യത്തോടെ സംസാരിക്കാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ ധൈര്യം എന്ന് പറയുമ്പോൾ ഇത് വൃഥ ഒരു എമോഷൻ, ഒരു വികാരമല്ല. ഇത് ചുമ്മാ ധൈര്യം കാണിക്കുന്ന ഒരു പ്രകൃതമല്ല വേദപുസ്തക ധൈര്യം. അതിന് ചില ചരിത്ര പശ്ചാത്തലമുണ്ട്. അതിൻ്റെ പിന്നിൽ ചരിത്ര സത്യങ്ങളുണ്ട്, വ്യക്തികളുണ്ട്, അവരുടെ ജീവിതം, മരണം, അവരെക്കുറിച്ച് ദൈവിക പ്ലാനും പദ്ധതിയും. അങ്ങനെ ചരിത്ര വസ്തുതയിൽ അടിസ്ഥാനപ്പെട്ട ഒരു ധൈര്യമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ പത്രോസ് പറയുകയാണ് ദാവീദിൻ്റെ കല്ലറ ഇതാണ് എന്ന് നമുക്ക് സ്പഷ്ടമായിട്ട് പറയാം, ധൈര്യമായിട്ട് പറയാം. കാരണം അത് ചരിത്ര യാഥാർത്ഥ്യമാണ്, യഹൂദന്മാർക്ക് അറിയാവുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ സ്പഷ്ടമായി അറിഞ്ഞിരിക്കണം എന്നുള്ളത് നമ്മുടെ ധൈര്യത്തിൻ്റെ ഒരു ഉപാധിയാണ്. നമ്മൾ ധൈര്യവാന്മാരായിട്ടിരിക്കണമെങ്കിൽ ഒരു സന്ദേശം കൊടുക്കുമ്പോൾ അത് ധൈര്യമായിട്ട് പറയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അത് ചരിത്രത്തിലും സ്പഷ്ടമായ തെളിവുകളോടെ ഉള്ള ഒന്നായിരിക്കണം. പത്രോസ് അപ്പസ്തോലനും ദാവീദ് രാജാവിനെ സംബന്ധിച്ച വസ്തുക്കൾ പ്രസംഗ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ധൈര്യത്തോടെ അവതരിപ്പിച്ചു. ഇവിടുത്തെ 2-ാം അധ്യായത്തിലെ വിഷയം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് തിരുവെഴുത്തിൻ പ്രകാരം ദാവീദിൻ്റെ
സങ്കീർത്തനത്തിൽ നിന്ന്, ദാവീദ് എഴുതിയ സങ്കീർത്തനത്തിൽ പ്രകാരം കർത്താവായ യേശു ക്രിസ്തു മൂന്നാം ദിവസം ഒരു ശരീരം അഴിഞ്ഞു പോകാതെ പുനരുദ്ധാനം കഴിച്ചു, മരിച്ചവരിൽ നിന്ന് പുനരുദ്ധാനം ചെയ്തു. അതാണ് വിഷയം. പെന്തക്കോസ്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇവനാണ് ഈ നസ്രായനായ യേശുവാണ് യഹൂദന്മാരുടെ മശീഹ, ലോകരക്ഷിതാവ്. അവനിൽ മാത്രമേ പാപക്ഷമ ലഭിക്കുകയുള്ളൂ, അവരിൽ മാത്രമാണ് രക്ഷ എന്നുള്ള വിഷയങ്ങളാണ് പെന്തക്കോസ്ത് നാളിൽ പത്രോസിൻ്റെ സുവിശേഷത്തിൻ്റെ മർമ്മഭാഗം. അപ്പോൾ ഈ ധൈര്യമെന്ന് ഞാൻ പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വിഷയം ദാവീദിൻ്റെ പുത്രൻ യേശുവിനെ മരിച്ചവരിൽ നിന്ന് പുനരുദ്ധാനം ചെയ്തു. അത് ദാവീദിൻ്റെ പുത്രനായിട്ടാണ് യേശു ജനിക്കുന്നത്. അതുകൊണ്ട് ദാവീദ് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന പരിശുദ്ധാത്മാവിന് എഴുതപ്പെട്ട ആ ദൈവിക സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉറപ്പോടെ പറയാൻ പറ്റും, ധൈര്യമായിട്ട് യഹൂദന്മാരോട് പറയാൻ പറ്റും, ഇതാണ് നമ്മുടെ രാജാവായ ദാവീദിൻ്റെ കല്ലറ, ഇതാണ്. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. എന്നാൽ അവൻ്റെ മകനായ കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, പുനരുദ്ധാനം ചെയ്തു. പുനരുദ്ധാന ശരീരത്തോടു കൂടി അവൻ പുനരുദ്ധാനം ചെയ്തു. അതാണ് അതിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനം. നമുക്ക് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ, അതിൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ അതിപ്രകാരമാണ് അത് തർജ്ജമ ചെയ്തിരിക്കുന്നത് മലയാളത്തിലേക്ക്. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നുവരെ നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. പൗലോസ് അപ്പസ്തോലനും പത്രോസ് അപ്പസ്തോലനും യോഹന്നാനും മറ്റുള്ള അപ്പസ്തോലന്മാരും പറഞ്ഞ സുവിശേഷം ഒരൊറ്റ സുവിശേഷമാണ്. ആ സുവിശേഷത്തെക്കുറിച്ചാണ് പൗലോസിനോട് പറയുന്നത്. ആ സുവിശേഷത്തിൻ്റെ മർമ്മഭാഗം എന്താണ്? അത് രക്ഷിക്കപ്പെടാൻ തക്കവണ്ണമുള്ള അതിൽ വിശ്വസിച്ചാൽ നാം രക്ഷിക്കപ്പെടുമെന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? രക്ഷയുടെ ഈ സന്ദേശത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, ആ വ്യക്തിയിൽ നാം വിശ്വസിക്കുമ്പോൾ അതിൻ്റെ ഉറപ്പെന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ 2-ാം വാക്യത്തിൽ 3-ാം വാക്യത്തിൽ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. തിരുവെഴുത്തിൻ പ്രകാരം, അതാണ് ഈ ചരിത്ര വസ്തുത. തിരുവെഴുത്തിൻ പ്രകാരം ദാവീദ് എഴുതിയ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശു ക്രിസ്തു ദാവീദിനെ ജനിക്കുകയും ആ യേശു അവൻ ക്രിസ്തു ആയിരുന്നു, അവൻ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, പുനരുദ്ധാനം ചെയ്തു. ഇതാണ് വിഷയം. അപ്പം അതുകൊണ്ട് നമുക്ക് ധൈര്യം എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ മസിലിൻ്റെയൊക്കെ ബലം കൊണ്ടുണ്ടാകുന്നൊരു കാര്യമല്ല. ഇവിടുത്തെ കാര്യം ചരിത്ര പശ്ചാത്തലം, ദൈവിക സത്യങ്ങൾ, ചരിത്ര സത്യങ്ങൾ, തിരുവചനത്തിലെ പ്രമാണങ്ങൾ, ജീവിതത്തിലെ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഉറപ്പും ധൈര്യവുമാണ്. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അപ്പം അങ്ങനെ നാം ഇത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ 7-ാം വാക്യം തൊട്ട് അതിൻ്റെ 5-ാം വാക്യത്തിൽ കേഫാവിനും ഞാൻ വായിക്കുന്നു 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ കേഫാവിനും പിന്നെ 12 പേർക്കും പ്രതിഷ്ഠനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യം ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500 പേരും. കർത്താവ് യേശു ക്രിസ്തു തിരുവെഴുത്തിന് പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തിന് പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതിന് സാക്ഷികളുണ്ട്. ഈ മരിച്ച ക്രിസ്തു മൂന്നാം നാൾ പുനരുദ്ധാനം ചെയ്തു. ആ പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ മരിച്ച ആളെ കണ്ടു, മരിച്ചതിന് ശേഷം പുനരുദ്ധാനം ചെയ്ത ആളെ കണ്ടു. അതിനൊരു സാക്ഷികളാണ്. അപ്പം ഇങ്ങനെയുള്ള ദൈവിക സത്യങ്ങളുടെ പിൻബലമാണ് നമ്മുടെ ഈ ധൈര്യം എന്ന് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? തിരുവചനം അറിയണം, തിരുവചന പ്രവചനങ്ങൾ അറിയണം, അതിൻ്റെ നിവൃത്തി അറിയണം, അത് ചരിത്ര പശ്ചാത്തലം അറിയണം. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. ഈ പത്രോസ് അങ്ങനെയുള്ള വ്യക്തിയായിരുന്നു. അതുമാത്രമല്ല, പെന്തക്കോസ്ത് നാളിൽ
അവൻ്റെ കർത്താവ് പറഞ്ഞതുപോലെ അവർ കാത്തിരുന്നു, പരിശുദ്ധാത്മാവ് വന്നു, അവർക്ക് ശക്തി ലഭിച്ചു, അവർ ധൈര്യമുള്ളവരായിട്ട് ദൈവവചനം പ്രസംഗിച്ചു, സുവിശേഷീകരിച്ചു. അതാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഇങ്ങനെയുള്ളൊരു ധൈര്യം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. അത് എത്ര വേഗത്തിൽ നമുക്ക് ലഭിക്കുന്നു അത്ര വേഗത്തിൽ നമുക്ക് നല്ല സാക്ഷികളായിരിക്കാൻ കഴിയും. നമ്മുടെ സുവിശേഷ വേലയിലും ക്രിസ്തീയ ജീവിതത്തിലും അത് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ തക്കണം. എത്ര വേഗത്തിൽ നമ്മൾ ചരിത്ര പശ്ചാത്തലവും ദൈവദിന പ്രവചനങ്ങളും അതിൻ്റെ നിവൃത്തിയെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഗുണകരമായി തീരും. ഇവിടെ അതിൻ്റെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ആർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 12 ശിഷ്യന്മാർക്ക്, പിന്നെ ജെയിംസ് കർത്താവിൻ്റെ സഹോദരന്, പിന്നെ 500 പേർക്ക്, പിന്നെ അതിന് ശേഷം കേഫാവിന് പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ കരുതി. അനന്തരം അവർ 500-ൽ അധികം സഹോദരന്മാർ ഒരുമിച്ച് പ്രത്യക്ഷനായി. മിക്കപ്പോഴും ജീവിച്ചിരിക്കുന്ന ചിലർ നിദ്രമായി. അനന്തരം യാക്കോബിനും പിന്നെ അപ്പസ്തോലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒരു ഒടുവിൽ അകാല പ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. പൗലോസിനും കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷനായി. പുനരുദ്ധാനം ചെയ്ത കർത്താവിന് പ്രത്യക്ഷനായി. തീർച്ചയായിട്ടും അത് സ്വർഗാരോഹണത്തിന് ശേഷമാണ് അത് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ പത്രോസിൻ്റെ ധൈര്യത്തിൻ്റെ പിന്നിലുള്ള കാര്യമാണ് ഇവിടെ. അതിൻ്റെ പശ്ചാത്തലമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ക്രൈസ്തവ ജീവിതത്തിന്, ആത്മീയ ജീവിതം എന്ന് പറയാൻ കാരണം അതുതന്നെയാണ്, നമുക്ക് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ധൈര്യത്തിൻ്റെ ചില ഉപാധികളെ നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നിന്നും 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നിന്നും ചില വസ്തുതകൾ നമുക്ക് നമ്മുടെ സ്വന്തമാക്കുന്നുവെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും. നമുക്ക് വേവലടിപ്പേണ്ട ആവശ്യമില്ല. ഇത് സത്യമാണ് എങ്കിൽ, ദൈവം സത്യമാണ്, തിരുവചനം സത്യമാണ്. അതുകൊണ്ട് ഈ സത്യം നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ അത് പറയാൻ കഴിയും. അതുകൊണ്ട് ചില ഉപാധികൾ ഞാനിവിടെ എഴുതിയിരിക്കുകയാണ്, ധൈര്യത്തിനുള്ള ഉപാധികൾ. ഒന്ന്, ചരിത്രത്തിൽ, വാസ്തവമായിട്ടുള്ള ചരിത്രത്തിൽ ജനിച്ച വ്യക്തിയും ദാവീദ് കുലത്തിൽ ജനിച്ചവനും മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പിന കർത്താവായ യേശുക്രിസ്തു ഒരു ചരിത്ര സംഭവമാണ്, ചരിത്ര വ്യക്തിയാണ്. അതൊരു ചരിത്രം. ദാവീദ് ചരിത്ര വ്യക്തിയാണ്, രാജാവായത് ചരിത്രത്തിലുള്ളതാണ്. അവൻ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ഇസ്രായേലിൽ നിന്നും ജെറുസലേമിൽ നിന്നും ഭരിച്ച വ്യക്തിയാണ്. ഇതെല്ലാം ചരിത്രയാത. അതുകൊണ്ട് ചരിത്രം നമുക്ക് ധൈര്യത്തിന് ഒരു ഉപാധിയാണ്. അതുമാത്രമല്ല, തിരുവചനം, ദൈവവചനം അത് സ്ഥിരമായിരിക്കുന്നതുകൊണ്ടും അത് സത്യമായിരിക്കുന്നതുകൊണ്ടും അത് അറിയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കാര്യങ്ങൾ പറയാൻ സാധിക്കും. അതുമാത്രം തിരുവചനത്തിലെ ചരിത്രം, എല്ലാ ചരിത്രവും തിരുവചനത്തിൽ എഴുതിയിട്ടില്ല. നമുക്ക് സെക്യുലറായിട്ടുള്ള മറ്റുള്ള ചരിത്ര പുസ്തകങ്ങളിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. അതൊരു ചരിത്രം വളരെ പ്രധാനപ്പെട്ട ഒരു. എന്നാൽ തിരുവചനത്തിലെ ചരിത്രം അത് സത്യമാണ്, അത് കൃത്യമാണ്, അത് നമുക്ക് വിശ്വസിക്കാൻ തക്കവണ്ണം ആ വിശ്വാസം, ആ അറിവ് നമുക്ക് ധൈര്യത്തിന് ഉപാധികളായിത്തീരും. അതുപോലെ തന്നെ തിരുവചനത്തിലെ പ്രവചനങ്ങൾ, തിരുവചനത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് പ്രവചനങ്ങൾ. കാരണം ഇതിൻ്റെ ഉടയവനായ ദൈവം സർവവും അറിയാവുന്ന വ്യക്തിയാണ്, സംഭവിക്കുന്നതിന് മുമ്പ് അറിയാവുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതാണ് പ്രവചനങ്ങളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരുവചന പ്രവചനങ്ങൾ, അവയുടെ നിവൃത്തി, നമ്മൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ചതിന് എന്തിനാണ്? ഈ പ്രവചനങ്ങൾ നിവൃത്തിയായി. കർത്താവ് യേശുക്രിസ്തു തിരുവചനപ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവചനപ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. വെരി സിമ്പിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ധൈര്യം. നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ധൈര്യം വേണമെങ്കിൽ ഈ കാര്യങ്ങൾ അത് ഉപാധികളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുമാത്രമല്ല, നമ്മൾ 1 കൊരിന്ത്യർ 15-9 വായിക്കുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ യേശുക്രിസ്തു തിരുവചന പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ തിരുവചന പ്രകാരം പുനരുദ്ധാനം ചെയ്തു, ഉയർത്തെഴുന്നേറ്റു.
ഏറ്റവും ഉപരിയായിട്ട് നമുക്ക് ധൈര്യം ലഭിക്കുവാനായിട്ട് ക്രിസ്തീയ ജീവിതത്തിൽ ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആവശ്യമാണ്. പൗലോസും യോഹന്നാനും മറ്റ് അപ്പസ്തോലന്മാരും അന്നത്തെ സാക്ഷികളും എല്ലാം ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവരിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അതൊരു പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തി ഉള്ള ഒരു ക്രിസ്തീയ ജീവിതമോ ഒരു രക്ഷയോ ദൈവവചനത്തിൻ്റെ മനസ്സിലാക്കാനുള്ള കഴിവോ ഇല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാം. അവിടെയാണ് നമ്മൾ പല സഭകളുമായിട്ട് നമ്മൾ യോജിക്കാതെ പോകുന്നത്. ഇത് പരിശുദ്ധാത്മാവ് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, പക്ഷേ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചില പ്രവർത്തനങ്ങൾ കർത്താവിനെ പറഞ്ഞിട്ടുണ്ട്, അത് വായിക്കാനും എന്ന് ഞാൻ ആഗ്രഹിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ. ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ, അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട്. ഈ ധൈര്യം മാത്രമല്ല, വേറെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങളോട് കൂടി ഞാൻ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. കർത്താവ് മരിക്കുന്നതിന് മുമ്പ് പറയുന്ന കാര്യങ്ങളാണിത്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 13 തൊട്ട് 17 വരെ അധ്യായങ്ങൾ. അത് അവിടെ ഉള്ളവർ ശിഷ്യന്മാർ മാത്രമാണ്. ശിഷ്യന്മാർക്ക് വേണ്ടി ഭാവിയിൽ അവരാണ് അപ്പസ്തോലന്മാരുടെ നിയമിക്കപ്പെടാൻ പോകുന്നത്. അവരാണ് സഭയുടെ അടിസ്ഥാനം. അപ്പോൾ അതൊരു സഭയ്ക്കുള്ള ഒരു ഉപദേശം കൂടിയായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, ഉപദേശിക്കും. എല്ലാ കാര്യങ്ങളും, സകലവും എന്ന് എഴുതിയിരിക്കുന്നത്. ഓൾ മീൻസ് ഓൾ, സകല കാര്യങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അത് നമ്മൾ എല്ലാ കാര്യത്തിലും ഉപദേശിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും, ഓർമ്മപ്പെടുത്തും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകതയാണത്, ഒരു ഗുണമാണ് നമുക്ക്. അപ്പോൾ ധൈര്യമുണ്ടാകണമെങ്കിൽ ചരിത്രം അറിഞ്ഞിരിക്കണം, പ്രവചനങ്ങൾ അറിഞ്ഞിരിക്കണം, തിരുവെഴുത്ത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും അത് പഠിക്കാനും പഠിപ്പിക്കപ്പെടാനും, അത് മാത്രമല്ല അത് ഓർമ്മിപ്പിക്കുവാനും. ഞാൻ പലപ്പോഴും എൻ്റെ ബൈബിൾ ക്ലാസ്സുകളിൽ ഞാൻ അതിനുവേണ്ടി നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും എനിക്കത് വളരെ വിചിത്രമായി തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വാക്യങ്ങൾ എനിക്ക് ഉദ്ധരിക്കാൻ പറ്റുന്നത്? ഞാൻ ദീർഘനാളുകൾ വേദപുസ്തകം പഠിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് തിരുവചനത്തിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാം. എങ്കിലും ചില പ്രത്യേക കാര്യങ്ങൾ അത് പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് അത് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല ഇത്. കാരണം മനുഷ്യന് ലിമിറ്റേഷനുണ്ട്. എന്നാൽ അത് പരിശുദ്ധാത്മാവാണ് നമ്മളെ വാസ്തവമായിട്ട് പഠിപ്പിക്കുന്നവനും നമ്മളെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നവനും. ഈ പരിശുദ്ധാത്മാവിന് സഹായകൻ അല്ലെങ്കിൽ കാര്യസ്ഥൻ, അവൻ സകലവും എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഉപദേശിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ മൂല്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത് വളരെ അത്ഭുതകരമായ കാര്യം. രക്ഷിക്കപ്പെടുക എന്നുള്ളത് എത്രയോ അത്ഭുതകരമാണ്. ഒരു വ്യക്തിയിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, അവൻ്റെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുമ്പോൾ, നാം പല പാപങ്ങൾക്കും പരിഹാരം വന്ന് നമ്മൾ സ്വർഗത്തിനും അവകാശികളായി തീരുകയാണ്. എത്രയോ അത്ഭുതകരമായ കാര്യമാണ്. അങ്ങനെയുള്ള വ്യക്തിയുടെ ആത്മീയ ജീവിതവും ഈ പരിശുദ്ധാത്മാവ്, തിരുവചനം, അതുപോലെ തന്നെ ഈ വേദപുസ്തകത്തിലെ ചരിത്രങ്ങളെല്ലാം നമുക്ക് അത് ധൈര്യം നൽകി നമ്മൾ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അതും ആദിമസഭയിൽ നടന്ന കാര്യങ്ങളാണ്. 1-ാം അധ്യായം, 2-ാം അധ്യായം പരിശുദ്ധാത്മാവ് വരുന്നു. 3-ാം അധ്യായം, 4-ാം അധ്യായം, 3-ാം അധ്യായത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അത്ഭുതം നടക്കുന്നത്. പത്രോസും യോഹന്നാനുമായ അപ്പസ്തോലന്മാർ അവർ ഒരു വലിയ അത്ഭുതം അവിടെ നടത്തുകയാണ്. ജന്മനാൽ മുടന്തനായ വ്യക്തി തുള്ളിച്ചാടി, അതും ജെറുസലേമിലാണെങ്കിൽ തിരക്കുള്ള സമയമാണ്. കാരണം പെന്തക്കോസ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ട്രംപറ്റിൻ്റെ പെരുന്നാൾ, അത് കഴിഞ്ഞ് പെന്തക്കോസ്ത് പെരുന്നാൾ. ഈ പെന്തക്കോസ്ത് നാളുകളിൽ നടന്ന കാര്യം, അവിടെ നിറച്ച ആൾക്കാരുള്ള സമയമാണ് ജെറുസലേമിൽ. അവിടെ ഒരു വലിയ അത്ഭുതം അവരുടെ മുമ്പിൽ ഈ അപ്പസ്തോലന്മാർ മുഖാന്തരം നടന്നു. അതാണ് 3-ാം അധ്യായവും 4-ാം അധ്യായവും. 4-ാം അധ്യായത്തിൽ ഇവർ ഈ അത്ഭുതം കണ്ടതിന് ശേഷം കർത്താവ് യേശുക്രിസ്തു പുനരുദ്ധാനം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിചാരിച്ച് എല്ലാവരും ജനവും ഇനി ഇവരുടെ പിന്നാലെ പോകും. അതുകൊണ്ട് അന്നത്തെ നേതാക്കന്മാർക്ക്, അന്നത്തെ പ്രമാണികൾക്ക്, സഭാ നേതാക്കന്മാർക്ക് അത് വലിയ വിഷയമായി. അതുകൊണ്ടാണ് നമ്മൾ ഈ സഭാ നേതാക്കന്മാരെയും ഈ മതത്തെയും നമ്മൾ പിൻപറ്റിയാൽ ആത്യന്തികമായി അതെല്ലാം നാശത്തിലേക്ക് പോകുമെന്നുള്ള യാതൊരു സംശയവുമില്ല. എന്നാൽ ഇവരെക്കാളും ഒക്കെ വലിയവനും
കൃപയാലും സ്നേഹവാനുമാണ് നമ്മുടെ ദൈവം. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. അതുകൊണ്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് കർത്താവേശുവിൽ വിശ്വസിച്ച് പാപക്ഷമ ലഭിച്ച് ക്രിസ്തീയ ജീവിതം ആരംഭിക്കണം. നമ്മൾ ആ ആത്മീയ ജീവിതം ആരംഭിച്ചാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അങ്ങനെ നമ്മൾ അപ്പോസ്തലർ 13-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇവിടെ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാവിഹീനരായി സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു. ഇവിടെ ഒരു വലിയൊരു അത്ഭുതം നടന്നു. അപ്പോൾ അന്നത്തെ പ്രമാണികൾ, യഹൂദന്മാരും സദൂക്യരും അവിടെ അവർ വിളിച്ച് അവരെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം. അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടയനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. ഇവർ ജനത്തെ ഉപദേശിക്കാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തെ യേശുവിൻ്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാലും നീരസപ്പെട്ടു. അവരെ പിടിച്ച് വൈകുന്നേരം ആകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി. ഒരു റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ജയിലിൽ. കാരണം എന്താണ്? ഈ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു ജന്മനാൽ മുടന്തനായവൻ നടക്കാനും തുള്ളാനും തുടങ്ങി. അത് പരസ്യമായി നടന്നൊരു അത്ഭുതമാണ്. ഇത് കണ്ട സദൂക്യരും മറ്റ് പുരോഹിതന്മാരും പടനായകന്മാരും അവരെ പിടിച്ച് ജയിലിലാക്കുകയാണ്. ജയിലിൽ നടക്കുന്ന സംഭവമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവർ അതിന് ശേഷം നമ്മൾ വായിക്കുന്നത് അവരെ പിടിച്ചു പോയിരുന്നു. എന്നാൽ ആ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. ഇത് പെന്തക്കോസ്ത് നാളിന് ശേഷം നടക്കുന്ന വലിയൊരു അത്ഭുതമാണ്. അവരെ ജയിലിലാക്കി, തടവിലാക്കി. എങ്കിലും അവരെ കേട്ടവർ വിശ്വസിച്ചു. 5000 പേര് രക്ഷിക്കപ്പെടുന്നു അവിടെ എഴുതിയിരിക്കുന്നത്. പെന്തക്കോസ്ത് നാളിൽ 3000 പേര്, ഈ ജയിലിൽ വെച്ച് 5000 പേര്. പിന്നെ നമ്മളൊരു 10,000-ൻ്റെ കണക്ക് പിന്നീട് വായിക്കുന്നുണ്ട്. അങ്ങനെയാണ് ക്രിസ്തീയ സഭ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് ക്രിസ്തീയ ജീവിതമുള്ളവർ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ 4-ാം അധ്യായത്തിൽ ഇവിടെ അവർ മഹാപുരോഹിതനും ഹന്നാവും കയ്യഫാവും യോഹന്നാനും അലക്സാന്തരും മഹാപുരോഹിത വംശത്തിലുള്ളവർ ഒക്കെയും ഉണ്ടായിരുന്നു. വലിയൊരു ശക്തമായ ഒരു കൂട്ടം വന്ന് അവർ കൂടി സംസാരിക്കാൻ ഇവരെന്ത് ചെയ്യണം. അപ്പോൾ ഇവരുടെ സാക്ഷ്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവർ ധൈര്യത്തോടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനും നമ്മുടെ സുവിശേഷ വേലയ്ക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിനും അത് വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. അത് ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ വായിച്ചു. 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെ വാക്യങ്ങളാണ്. ഒരു അത്ഭുതം നടന്നു. അത് അവർ പറയുന്നത്, ഇത് നിങ്ങൾ ക്രൂശിച്ച നസ്രായന യേശുവിൻ്റെ നാമത്തിലാണ് സംഭവിച്ചതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിനെതിരായിട്ടാണ് ഈ സംഘം മുഴുവനും ഇവരെ ജയിലിലടയ്ക്കാൻ തീരുമാനിച്ചത്. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തെന്നാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ. അപ്പോൾ വിസ്താരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിസ്താരത്തിൻ്റെ ഇടയിൽ ഈ മഹാപുരോഹിതന്മാരോടും കയ്യഫാവിനോടും എല്ലാവരും ശക്തമായ നേതൃത്വമാണ് അവരോട് പറയുന്ന ഒരു ധൈര്യത്തോട് പറയുന്ന ഒരു സാക്ഷ്യമാണ് ഇവിടെ 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ ഉയർപ്പിച്ചവനുമായ നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനം ഒക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. നിങ്ങൾ ക്രൂശിച്ചവനും മൂലക്കല്ലായവനും നിങ്ങൾ പണിയുന്നവരാണ്. ഇസ്രായേൽ ജനം ദേവാലയം പണിയുന്നവരാണ്. അതിൻ്റെ മൂലക്കല്ലായി തീർന്ന കർത്താവ് യേശു ക്രിസ്തുവാണ്. അവരവനെ ക്രൂശിച്ചു കൊന്നു. അവൻ്റെ നാമനിമിത്തമാണ്, അവൻ്റെ പുനരുദ്ധാന നിമിത്തമാണ് ഈ സംഭവം നടന്നതെന്ന് അവരോട് വ്യക്തമായിട്ട് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായിത്തീർന്ന കല്ല് ഇവൻ തന്നെ, മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിനും കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഇത് ധൈര്യപൂർവ്വം അവർ പറയുകയാണ്. ധൈര്യത്തോടെ
കാരണം ഇത് ചരിത്ര വസ്തുതയാണ്, അവർ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളാണ്. ഇത് കേട്ടപ്പോൾ ഈ സൻഹീഡ്രിൻ എന്ന് പറയുന്ന ശക്തമായ ആ നേതൃത്വത്തിൻ്റെ റിയാക്ഷനോടെ എഴുതിയിരിക്കുന്നത്, അവർ പത്രോസിനെയും യോഹന്നാനെയും ധൈര്യം കാണുകയാൽ ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കിയാലും ആശ്ചര്യപ്പെട്ടു അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പഠിപ്പും നമ്മുടെ കോളേജ് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ നമ്മുടെ പേരൻ്റെയോട് വലത്തുഭാഗത്ത് നിന്ന് നമ്മൾ എഴുതുന്ന ഡിഗ്രികളോ അതൊന്നും അല്ല പ്രധാനപ്പെട്ട. അത് നല്ല കാര്യങ്ങൾ തന്നെ. എഴുത്തും വായനയും അറിയാമെങ്കിൽ, സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടുവെങ്കിൽ, പരിശുദ്ധാത്മാവ് ലഭിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും നമുക്ക് ധൈര്യമായിട്ട് ദൈവത്തിന് വേണ്ടി നിലനിൽക്കാൻ കഴിയും. അതാണ് പത്രോസും യോഹന്നാനും സംഭവിച്ചത്. അപ്പം അങ്ങനെ ഈ വേദഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ ഈ ധൈര്യം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ സുവിശേഷം നന്നായിട്ട് പറയാനായിട്ട്, ധൈര്യത്തോടെ മറ്റുള്ളവരോട് പറയാനായിട്ട്, ഉറപ്പോടെ പറയാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ് വിഷയം. അതാണ് 4-ാം അധ്യായത്തിലെ 10ഉം 11ഉം വാക്യത്തിൽ, നിങ്ങൾ ക്രൂശിച്ചവനും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനായ നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുവെന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. വീട് പണിയെ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കലായിരുന്ന കലിവൻ തന്നെ, മറ്റൊരുതിൻ്റെ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരെ നൽകപ്പെടും, വേറെ നാമവുമില്ല. ഇത് ശക്തമായൊരു ഉപദേശമാണ്. ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അത് പൗലോസിൻ്റെ ഭാഷയിൽ തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, പുനരുദ്ധാനം ചെയ്തു. ഇതാണ് സുവിശേഷം. അപ്പോൾ ഈ സുവിശേഷം നമുക്ക് ശരിക്കും അറിയുന്നുവെങ്കിൽ അത് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും. വളരെ ധൈര്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമുക്ക് കാണാം. ഇവിടെ എഴുതിയിരിക്കുന്നവൻ പരിശുദ്ധാത്മാവിൽ പറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകണം, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പറയേണ്ടത് തരുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ഒരുപാട് വിവിധ മേഖലകളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനും ക്രിസ്തീയ സാക്ഷ്യത്തിനും സുവിശേഷീകരണത്തിനും വളരെ അത് ഉപയോഗമായിരിക്കും എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പത്രോസിൻ്റെയും ഒരു പ്രഖ്യാപനമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് 19 തൊട്ടുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 19-ാം വാക്യം, അതിന് പത്രോസും യോഹന്നാനും ദൈവത്തേക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്ന ദൈവത്തിന് മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. അവർ പറഞ്ഞു, ഇനി നിങ്ങളെ ജയിലിൽ നിങ്ങൾ മോചിപ്പിക്കുകയാണ്. കാരണം ഒരു കുറ്റമൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഒന്ന്. രണ്ടാമത് ജനത്തിന് മുഴുവൻ അത് ബോധ്യമായി, ഇവൻ കർത്താവായ ഇവർ ക്രൂശിച്ച കർത്താവ് വാസ്തവത്തിൽ മശീഹയാണ്. പലരും വിശ്വസിച്ചു അവനില്ല. അതിനൊരു അന്നേരം അവരോട് തർജ്ജനം ചെയ്തു, ഇനി നിങ്ങൾ മേലിൽ ഈ കാര്യങ്ങൾ പുറത്ത് പറയാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾ ഈ കർത്താവ് യേശു ക്രിസ്തു നാമത്തിലും എൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ചും നിങ്ങൾ മിണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വിടുന്നത്. അപ്പോൾ പത്രോസ് പറയുന്ന ആ ധൈര്യത്തോട് പറഞ്ഞ കാര്യങ്ങളിവിടെ രേഖപ്പെടുത്തിയിരിക്കാൻ ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന് 20-ാം വാക്യത്തിൽ, ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പിൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ ഈ സംഭവിച്ച കാര്യങ്ങൾ കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനനിമിത്തം വഴിയൊന്നും കാണായ കൊണ്ട് അവരെ പിന്നെയും തർജ്ജനം ചെയ്ത് അവരെ വിട്ടയച്ചു. ഈ അത്ഭുതം സൗഖ്യം പ്രാപിച്ച മനുഷ്യന് 40-ലധികം വയസ്സുള്ളവനായിരുന്നു. ഞാനിത് വായിക്കാൻ കാരണം, ഈ ധൈര്യത്തോടു കൂടി അവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിച്ച് അവൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടന്നത് എന്ന് അവർ സാക്ഷ്യം വഹിക്കുകയാണ്. വളരെ ജീവഹാനി സംഭവിക്കാവുന്ന പ്രതിഷേധമായിരുന്നു അന്നത്തെ കാലത്തുണ്ടായത്. അവർക്ക് ഈ ധൈര്യം എങ്ങനെ ലഭിച്ചു? അവർ രക്തസാക്ഷികളായിട്ട് മരിച്ചു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ നിന്നറിയാം. ഈ ധൈര്യം ലഭിക്കാനുള്ള കാരണം ഈ പരിശുദ്ധാത്മാവ് അവരിൽ വസിക്കുന്നത് കൊണ്ട് ആയിരുന്നു എന്ന് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് പറയാം. അതുകൊണ്ട് ഈ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം.
നമുക്ക് സത്യസുവിശേഷം പ്രസ്താവിക്കാനുള്ള ധൈര്യം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു. അതുപോലെ തന്നെ 4-34 ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിക്കാൻ. അപ്പോൾ ധൈര്യം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അത് ആവശ്യമായ ഒരു കാര്യമാണ്. അതിൻ്റെ ഉപാധികൾ അതെങ്ങനെ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ പഠന വിഷയം. അപ്പോൾ അതുകൊണ്ട് ഈ അപ്പസ്തോല ഉപദേശങ്ങളുടെ ഉറപ്പ്, അപ്പസ്തോലന്മാർ പഠിപ്പിച്ച ആ ഉപദേശങ്ങളുടെ ഉറപ്പ് അത് നമുക്ക് ധൈര്യം നൽകുന്നതാണ്. എന്നാൽ ഇന്ന് റോമൻ കത്തോലിക്ക സഭ ഫോളോ ചെയ്യുന്നത് അപ്പസ്തോലന്മാരുടെ ഉപദേശങ്ങളുടെ പിൻപറ്റുന്നവരല്ല. അവർ അപ്പസ്തോലന്മാരെ പിൻപറ്റുന്നവരാണ്. പേഴ്സണൽ സക്സഷനാണ്. ഒരു പോപ്പ് മരിക്കുന്നു, വേറൊരു പോപ്പ് വരുന്നു, അങ്ങനെ പത്രോസിൻ്റെ പിൻഗാമികളായിട്ട്. എന്നാൽ ഇവിടെ പത്രോസിൻ്റെ ഉപദേശങ്ങളുടെ പിൻഗാമികളാണ് ബൈബിൾ ചർച്ചസ്. അതാണ് നമ്മുടെ ധൈര്യം. വ്യക്തികളിലുള്ള ധൈര്യമല്ല. പത്രോസ് പറഞ്ഞു, ഞങ്ങൾ മനുഷ്യരുടെ കാര്യം കേൾക്കണോ അല്ലെങ്കിൽ ദൈവം പറഞ്ഞ് കേൾക്കണോ? ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങൾ ഏൽപ്പിച്ചുമായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യണോ? അതാണ് ധൈര്യം. അപ്പോൾ ദൈവത്തിലുള്ള ആശ്രയവും തിരുവചനത്തിലുള്ള ആശ്രയവും പ്രവചനങ്ങളിലുള്ള ഉറപ്പും അതാണ് നമുക്ക് ധൈര്യം നൽകേണ്ടത്. 21-ാം നൂറ്റാണ്ടിൽ നാം എന്ത് വിശ്വസിക്കണം? ആരെ വിശ്വസിക്കണം? ദൈവവചനത്തെ വിശ്വസിക്കണം. മനുഷ്യരെയോ മാനുഷിക സംഘടനകളെ വിശ്വസിക്കുന്നവരും അവരാശ്രയിക്കുന്നവരും ലജ്ജിതരാകും. 2 വേദവാക്യങ്ങൾ വായിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ എന്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കണം? എന്തുകൊണ്ട് ദൈവിക ചരിത്രത്തിൽ, തിരുവചന ചരിത്രത്തിൽ ആശ്രയിക്കണം? നമ്മൾ എന്തുകൊണ്ട് ധൈര്യമുള്ളവരായിത്തീരണം? അതിനുവേണ്ടി ഉള്ള 1-2 വാക്യങ്ങൾ വായിച്ച് 1 പത്രോസ് എൻ്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്ത് കാണുന്നുവല്ലോ. അതുകൊണ്ട് മനുഷ്യരിലും സംഘടനകളിലും ആശ്രയിക്കുകയാണ് എങ്കിൽ നിങ്ങൾ അത് ലജ്ജിതരാകുമെന്നുള്ള സംശയമില്ല. കാര്യം ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ യഹൂദന്മാരുടെ പണിയിൽ അവരുപയോഗിക്കുന്ന കല്ല് പകരം ദൈവം മൂലക്കല്ലായി എടുത്ത കർത്താവായ യേശു ക്രിസ്തു, അവനിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ലജ്ജിക്കേണ്ട ആവശ്യം വരത്തില്ല. നമുക്ക് ധൈര്യത്തോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് തുടരാൻ സാധിക്കും. ഒരു വാക്യം കൂടി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അത് നമ്മൾ എന്തുകൊണ്ട് ദൈവത്തെ മാത്രം വിശ്വസിക്കുന്നവരാണ്, എന്തൊരു തിരുവെഴുത്തിൽ മാത്രം നമ്മൾ ആശ്രയിക്കുന്നവരാകണം അതിനുള്ളൊരു തെളിവ് കൂടിയാണ് ഞാൻ റോമാലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുന്നത്. എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയോ? നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയുന്നു? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയല്ലാത്തവനെന്നോ? ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, ഒരു നാളുമല്ല. അതിൻ്റെ 4-ാം വാക്യമാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 3-4 വാക്യം. നിൻ്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിൻ്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക പറയുന്നവർ എന്നേ വരും. അതുകൊണ്ട് സത്യത്തിന് വേണ്ടി, സത്യചരിത്രത്തിന് വേണ്ടി, സത്യവസ്തുക്കൾക്ക് വേണ്ടി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രവചനങ്ങളും അതിൻ്റെ നിവൃത്തിയും അതിൽ പുനരുത്ഥാനവും അതിൻ്റെ സാക്ഷികളും ഇതെവിടെ നിന്ന് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അത് മനുഷ്യരുടെ മതങ്ങളിൽ നിന്ന് ലഭിക്കുമോ? സംഘടനകളിൽ നിന്ന് ലഭിക്കുമോ? നിങ്ങൾ അതിൽ തീർച്ചയായും ലജ്ജിക്കപ്പെടാൻ ഒരു സംശയമില്ല. ദൈവവചനം പറഞ്ഞത് നിങ്ങൾ ലജ്ജിക്കപ്പെടും എന്നുള്ളത്. എന്നാൽ ലജ്ജിക്കപ്പെടാതെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ, തിരുവചനത്തിൽ വിശ്വസിക്കാൻ തക്കവണ്ണം, അല്ലെങ്കിൽ വ്യക്തിയായ യേശു ക്രിസ്തു വിശ്വസിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ സാക്ഷാൽ തിരുവചനത്തിലെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് യേശു ക്രിസ്തു രക്ഷയ്ക്കായി വിശ്വസിച്ച് പരിശുദ്ധാത്മാവിൽ ദൈവവചന പ്രകാരം ജീവിക്കുവാൻ ദൈവം നമ്മളെ വരെയും സഹായിക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞു.
ഒന്നുകൂടി വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹം. അങ്ങനെ തിരുവചനത്തിലെ ദൈവത്തിങ്കിലേക്ക് തിരിയണം. ഏതെങ്കിലും ദൈവത്തിലേക്ക് തിരിഞ്ഞിട്ട് കാര്യമില്ല. സാക്ഷാൽ തിരുവചനത്തിലെ ദൈവം, എബ്രാഹിമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, സൃഷ്ടാവായ ദൈവം, പുത്രനെ നൽകി നമ്മളെ സ്നേഹിച്ച ദൈവം, ഈ ദൈവത്തിലേക്ക് നാം തിരിഞ്ഞ് യേശു ക്രിസ്തുവിൽ രക്ഷയ്ക്കായി വിശ്വസിച്ച്. കാരണം ബൈബിൾ വ്യക്തമായിട്ട് പറയുകയാണ്, വേറെ ഒരുത്തിൽ രക്ഷയില്ല, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, അത് യേശു ക്രിസ്തുവിൻ്റെ നാമം. അത് കർത്താവ് യേശുവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവ് ലഭിച്ച് നമുക്ക് ദൈവവചനപ്രകാരം ജീവിക്കുക. അതാണ് ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ, കേൾവിക്കാരെ സഹായിക്കട്ടെ, അടിയനെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, വേഗത്തിൽ കർത്താവിൻ്റെ വചനം പഠിച്ചുവെങ്കിലും അത് ഞങ്ങൾ ഒരിക്കൽ കൂടി അത് തിരുവചനത്തിൽ നിന്ന് വായിക്കാനും ഗ്രഹിക്കുവാനും പരിശുദ്ധാത്മാവിനെ നമ്മൾ പഠിപ്പിക്കപ്പെട്ട് ഞങ്ങളുടെ രക്ഷയുടെ ഉറപ്പും ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കവും ഉണ്ടാകുവാൻ, ആത്മീയ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഫലങ്ങളുണ്ടാകുവാനായിട്ട്, ധൈര്യമുണ്ടാകുവാനായിട്ട് കർത്താവിടെ വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങളെ അവിടുത്തെ അനുഗ്രഹത്തിൽ പറഞ്ഞയക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഞങ്ങളോട് ഇരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം. താങ്ക് യു.